ഗുണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ബഖാഉ അഹ്ലി ബൈത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാഹ് പറയുന്നു, സയ്യിദന്മാർ, തങ്ങന്മാർ, അഹ്ലു ബൈത്ത്, നമ്മൾ മലയാളത്തിൽ തങ്ങന്മാരെന്ന് പറയും, അഹ്ലു ബൈത്ത്, അവർ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകും എന്നത് നബി തങ്ങൾക്ക് അല്ലാഹു ചെയ്ത അൽ കൗസർ വലിയ ഗുണം എന്നതിൽ പെട്ടതാണ്. ഇപ്പൊ ബന്ധമായി ഞങ്ങളെ, ഇപ്പൊ ബന്ധം വന്നില്ലേ? ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ ഇങ്ങനെ നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര സയ്യിദന്മാർ! ഈ കേരളത്തിൽ എത്ര സയ്യിദന്മാർ! ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ശിഷ്യന്മാരും ശിഷ്യന് ശിഷ്യന്മാരായും കുടുംബ ബന്ധമുള്ളവരും എത്രയാണ് ഉള്ളത്. അങ്ങനെ അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാനം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തു. അവിടുത്തെ കുടുംബങ്ങൾ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. ആ കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാർ വിവിധ കബീലകളായി ഇവിടെ വന്നിട്ടുണ്ട്. സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി എന്ന് പറയുമ്പോൾ അവിടുത്തെ കുടുംബം ചെന്നു ചേരുന്നത് വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങളിലേക്കാണ്. അവരിവിടെ വന്നിട്ട്, കേരളത്തിൽ വന്നിട്ട് 800ഓളം വർഷമായി. 800 വർഷം, 700ൻ്റെയും 800ൻ്റെയും ഇടയിലുള്ള വർഷമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജലാലുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ വന്നിട്ടുള്ളത്. അതിനുശേഷം ആ കുടുംബത്തിൽ ധാരാളം സയ്യിദന്മാർ വന്നു. അതുപോലെ മമ്പുറത്തെ തങ്ങൾ സയ്യിദ് മാലവി കബീലയിൽപ്പെട്ടവരാണ്.